സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സഹോദരങ്ങളായ വനിതാ സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 5 പേർക്കെതിരെ കേസ്. തിരുവനന്തപുരം കാട്ടായിക്കോണം സ്വദേശി ആതിരയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. ഗുണ്ടയായ ഗുണ്ടുകാട് സാബു ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു. ഈ സംഗീതയും ആയിട്ട് നമ്മുടെ ഒരു ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ 2-3 വർഷത്തിന് മുന്നേ നമ്മൾ ഈ ആദർശ് എന്നൊരു പയ്യനായിട്ട് എൻ്റെ ഹസ്ബൻഡ് നല്ല സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ അതുവഴിയുള്ള ഒരു പരിചയമാണ് സംഗീതയായിട്ട്. അപ്പോൾ അവർ ആദ്യം ബിസിനസ് പരമായിട്ട് എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ആ പൈസ തിരിച്ച് തരാതെ വന്നപ്പോൾ അവർ പറഞ്ഞു അവരെ പ്രോപ്പർട്ടി ഉണ്ട്, അത് നമുക്ക് തരാം, എന്നിട്ട് ബാക്കി പൈസ അങ്ങോട്ട് കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞിരുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അവരത് പ്രോപ്പർട്ടി എഴുതുന്നുമില്ല. നമ്മൾ ഈ പൈസ ചോദിക്കുമ്പം അവർ വളരെ ഉഴപ്പം മട്ടിലങ്ങ് ആണ് നമ്മൾ തിരിച്ചറിഞ്ഞ റിപ്ലൈ. ഈ ഒരാൾ വിളിച്ചിട്ട് പറയാണ് ഇങ്ങനെ ഗുണ്ടുകാട് സാബു ആണ് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ആളെ മനസ്സിലായില്ല സംഭവം. ആദ്യം എനിക്ക് ഇതെന്താണെന്ന് ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. അപ്പം ഇന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് വിളിക്കണേന്നും പറഞ്ഞാൽ ഞാൻ നിങ്ങൾ കാശ് പലിശയ്ക്ക് കൊടുത്തിട്ട് 20% പലിശ ചോദിച്ച് ശല്യം ചെയ്യുന്ന സംഗീത ചേച്ചിയുടെ ആവശ്യത്തിനാണ് ഞാൻ വിളിച്ചത്. മാന്യമായിട്ടുള്ള സാധാ പലിശയും കാര്യങ്ങളും തരാം. നിങ്ങൾ ബാക്കി പലിശക്കല്ലല്ലോ പൈസ കൊടുക്കുന്നത്. എന്താ അതിന് പലിശക്കല്ലല്ലോ പൈസ കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ ഇപ്പൊ എത്ര 4 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ 20 ലക്ഷം രൂപയ്ക്ക് ചോദിച്ചു വരുമ്പോൾ പിന്നെ അത് പലിശയല്ലേ? പലിശക്ക് 20 ലക്ഷം നിങ്ങൾ പലിശക്കല്ലെന്ന് പറയുന്നത്. പലിശക്കല്ല കൊടുത്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ എന്റെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പലിശക്കല്ല കൊടുത്തത്. നിങ്ങൾ ചോദിക്കുന്നത് ആരാണ്? എന്റെ പേര് ഗുണ്ടാട് സാബു എന്നാണ്. ഞാൻ ആരാണെന്ന് ഇപ്പൊ പറഞ്ഞില്ലേ, വീണ്ടും പറഞ്ഞുതരാം. ഗുണ്ടാട് സാബു തന്നെ. ശരി, അപ്പൊ നമുക്ക് നേരിട്ട് കാണാം. ഞാൻ അങ്ങോട്ട് വരാം. നേരിട്ട് കാണാൻ എവിടെ പറഞ്ഞു? ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ അങ്ങോട്ട് വരാന്ന്. നേരിട്ട് കാണാന്ന് പറയുമ്പോ ഫീലിംഗ് ആവണം എന്തിന്? പിന്നെ പലിശക്ക് കൊടുത്ത പലിശക്കല്ലെന്ന് പറഞ്ഞാൽ പലിശക്കല്ല, അത് തന്നെ പറഞ്ഞ. പിന്നെന്ത്? അപ്പൊ 4 ലക്ഷം എങ്ങനെ 20 ആവണം പലിശക്കല്ലെങ്കിൽ? 20 ലക്ഷം രൂപ ഞാൻ നിങ്ങളോട് പറഞ്ഞ. ഹരികൃഷ്ണനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ഹരികൃഷ്ണൻ, നിയമം പാലിക്കേണ്ട 2 ഉദ്യോഗസ്ഥർ, അതിനൊപ്പം അവർക്ക് കൂട്ടുനിൽക്കുന്ന കൂടുതൽ പോലീസുകാർ, അതും പോരാഞ്ഞിട്ട് ഗുണ്ടകളെ ഉപയോഗിച്ച് വിരട്ടൽ. പോലീസും ഗുണ്ടകളും തമ്മിൽ എത്ര ഭായി ബന്ധമാണെന്ന് വ്യക്തമാകുന്ന ഒരു കുറ്റകൃത്യമല്ലേ ഇത്? ഈ സംഭവത്തിൽ പോലീസിന്റെ ആഭ്യന്തര അന്വേഷണം അടക്കം ആവശ്യമുള്ള ഒരു സാഹചര്യമില്ലേ? എന്താണിപ്പോൾ, എവിടെ വരെയാണിപ്പോൾ പോലീസ് നടപടികൾ എത്തിയിരിക്കുന്നത്? ഗോകുൽ, ഇത് ഈ വർഷം തന്നെ മാർച്ച് മാസത്തിലാണ് ആദ്യമായി ഈ കുടുംബം പോലീസിന് പരാതി നൽകുന്നത്. പക്ഷേ ആ സമയത്ത് ഈ പോലീസിലെ ഉന്നത ബന്ധം കൊണ്ട് തന്നെ ഈ കേസ് യഥാക്രമം രജിസ്റ്റർ ചെയ്തിരുന്നില്ല. പിന്നീട് ഈ തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനടക്കം പരാതി നൽകിയ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ പോത്തൻകോട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ പരാതിക്കാരിയായിട്ടുള്ള ഈ കാട്ടായിക്കോണം സ്വദേശിനിയായ ആതിര പറയുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് ഇവരിൽ നിന്ന് 19 ലക്ഷം രൂപ ഈ പോലീസുകാർ വാങ്ങിക്കുന്നത്. അത് ഇവർ ഫാമിലി ഫ്രണ്ട് ആയിരുന്നു, സുഹൃത്തുക്കളായിരുന്നു. ആ തരത്തിലാണ് ഇവർ വാങ്ങുന്നത്. പിന്നീട് അതിനുശേഷം ഈ വസ്തു കാണിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോയി. പക്ഷേ അത് ഔദ്യോഗികമായ ഒരു നീക്കവും ഇത് സംബന്ധിച്ച് ഉണ്ടായില്ല. അതായത് ഈ പണം വാങ്ങിയെങ്കിലും ഈ വസ്തു ഇവരുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഒരു നടപടിയും ഉണ്ടായില്ല. അങ്ങനെയാണ് ഇവർ ഈ പണം മടക്കി ചോദിക്കുന്നത്. പക്ഷേ ആ പണം ഇവർ തിരികെ നൽകിയില്ല എന്ന് മാത്രമല്ല, കബളിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ആ തരത്തിലാണ് പിന്നീട് ഈ പോലീസിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഇവരിൽ നിന്ന് പണം മടക്കി ചോദിക്കുന്ന സാഹചര്യമൊക്കെ എത്തിയത്. ആ സമയത്ത് ചില പ്രോമിസറി നോട്ടുകളും അതേപോലെ തന്നെ ബാങ്ക് ചെക്കുകളുമൊക്കെ ഇവർക്ക് നൽകി. ഈ കൃത്യസമയത്ത് ബാങ്കിൽ ഇത് കൊണ്ടുചെന്ന് കഴിഞ്ഞാൽ പണം ലഭിക്കുമെന്ന് ഇവരെ വിശ്വസിപ്പിച്ചു. അങ്ങനെ ബാങ്കിൽ ഈ ചെക്കുകളൊക്കെ ആയിട്ട് ഇവർ ചെന്നപ്പോൾ ആ ചെക്കുകളും മടങ്ങുന്ന ഒരു സാഹചര്യമാണ്. അതിനുശേഷമാണ് ഇവർ പോലീസിൽ പരാതി നൽകുന്നത്. എന്തായാലും പോലീസ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇതിനു പിന്നിൽ വലിയൊരു റാക്കറ്റ് ഉണ്ട് എന്നുള്ളതാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് റാക്കറ്റ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പണം മടക്കി ചോദിച്ചതിന്റെ പിന്നാലെ ഈ ഒരു ഗുണ്ടയുമായി, അതായത് കുപ്രസിദ്ധനായ ഈ ഗുണ്ടുകാട് സാബു എന്ന ഗുണ്ടയുടെ ഭീഷണി കൂടി ഇവർക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഇങ്ങനെയാണ്. ഈ ഭീഷണി നമ്മൾ കേട്ടതുപോലെ തന്നെ ഈ പലിശയ്ക്ക് പണം കൊടുത്ത് ഇവരെ ശല്യം ചെയ്യുന്നത് എന്തിനാണ് എന്ന തരത്തിലുള്ള രീതിയിലുള്ള ഭീഷണിയാണ് ഈ ഗുണ്ടയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളതാണ്. അതായത് പോലീസിനെ സംരക്ഷിക്കാൻ ഗുണ്ട രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. അത് മാത്രവുമല്ല, ഇവർ പോലീസിൽ പരാതി നൽകിയിട്ട് യഥാക്രമം ഈ കേസ് അന്വേഷിച്ചില്ല എന്ന തരത്തിലുള്ള ഒരു ആരോപണം കൂടി ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ പോത്തൻകോട് പോലീസാണ് ഇതിന്റെ അന്വേഷണ ചുമതലയിൽ ഉള്ളത്. ഗോകുൽ, ഡൽഹിയിലെ നല്ല ഉദ്യോഗസ്ഥർക്ക് കൂടി നാണക്കേടാകുന്ന ഒരു കുറ്റകൃത്യമാണ് അത്. ആ പരാതിയിൽ നടപടിയെടുക്കാതെ പോലീസുകാർ കൂട്ടുനിൽക്കുന്നു. അതും പോരാഞ്ഞിട്ട് ഗുണ്ടകളെ ഉപയോഗിച്ചുകൂടി ഭീഷണിപ്പെടുത്തുന്നു 2 പോലീസ് സഹോദരങ്ങൾ. ഏതായാലും കൃത്യമായ നടപടി ആവശ്യമുണ്ട്. പോലീസ് ഗുണ്ടാ ബന്ധം എങ്ങനെയെന്നതിൽ കൃത്യമായ ആഭ്യന്തര അന്വേഷണത്തിൻ്റെ കൂടി
ആവശ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ തിരുവനന്തപുരത്തെ കുറ്റകൃത്യം.